നമസ്കാരം. CPM സഹയാത്രികനായ റെജി ലൂക്കോസ് BJPയിൽ ചേർന്നതോടെ പ്രതിരോധത്തിലായ CPM റെജിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. താനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ആവർത്തിക്കുന്ന റെജിയെ തള്ളി VN വാസവനും രംഗത്ത് വന്നു. റെജി ലൂക്കോസ് BJPയിൽ ചേർന്നതിന് പിന്നാലെയാണ് പ്രതികരിച്ച് മന്ത്രി VN വാസവൻ രംഗത്ത് വന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും റെജി ലൂക്കോസിനും അതിന് സ്വാതന്ത്ര്യമുണ്ടെന്നും VN വാസവൻ പറഞ്ഞു. റെജി പാർട്ടിയുടെ ഒരു പദവിയും വഹിച്ചിരുന്ന ആളല്ല. അക്കരപ്പച്ച കണ്ടുപോകുന്നവർ എല്ലായിടത്തുമുണ്ട്. ഇത്തരം കൊഴിഞ്ഞുപോക്ക് ഇടതുമുന്നണിയെ ബാധിക്കില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റുകൾ നേടി ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരുമെന്നും VN വാസവൻ പറഞ്ഞു. വികസനവും ക്ഷേമവുമാണ് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. റെജി ലൂക്കോസുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നും മന്ത്രി P രാജീവും പ്രതികരിച്ചു. ചാനൽ ചർച്ചയ്ക്ക് CPM ആളെ വിടാത്തപ്പോൾ നിങ്ങൾ വിളിച്ചിരുത്തുന്ന ആൾ മാത്രമാണ് റെജിയെന്നും P രാജീവ് പറഞ്ഞു. പാർട്ടി ഘടകങ്ങളിലില്ലാത്ത ആരെ വേണമെങ്കിലും ഇടത് സഹയാത്രികൻ എന്ന് പേരിട്ട് വിളിക്കാം. കോൺഗ്രസിൽ നിന്ന് പോയവരും പോകാൻ നിൽക്കുന്നവരും സഹയാത്രികരല്ല, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം റെജി ലൂക്കോസ് BJPയിൽ ചേർന്ന വിഷയം അറിഞ്ഞിട്ടില്ലെന്നായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. പാർട്ടിയുടെ ലോക്കൽ ജില്ലാ സംസ്ഥാനതല കമ്മിറ്റി അംഗമൊന്നുമല്ലല്ലോ, സഹയാത്രികന്മാർ പലരും ഉണ്ടാകും. റെജി ലൂക്കോസ് പാർട്ടി അംഗമല്ല. ചാനൽ ചർച്ച കൊണ്ടല്ലല്ലോ CPM കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രമല്ലല്ലോ LDF വളർന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റെജി ലൂക്കോസിന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് CPM കോട്ടയം ജില്ലാ സെക്രട്ടറി TR രഘുനാഥും പറഞ്ഞു. ഒരു ബന്ധവുമില്ലാത്ത ആളെ എങ്ങനെ പുറത്താക്കുമെന്നും പാർട്ടിയുടെ ഒരു ഘടകത്തിലും റെജി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റെജിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തത്. അത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ല. റെജി BJPയിൽ ചേർന്നതിന് പിന്നിലെ കാരണം എന്തെന്ന് മാധ്യമങ്ങൾ അന്വേഷിക്കണമെന്നും TR രഘുനാഥ് പറഞ്ഞു. ഇന്ന് രാവിലെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷാൾ അണിച്ച് റെജി ലൂക്കോസിനെ BJPയിലേക്ക് സ്വീകരിച്ചത്. ദ്രവിച്ച ആശയങ്ങളുമായി മുന്നോട്ട് പോയാൽ കേരളം വൃദ്ധസദനമാകുമെന്നായിരുന്നു റെജി ലൂക്കോസിന്റെ പ്രതികരണം. CPM വർഗീയ വിഭജനത്തിന് ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കുറേ നാളുകളായി എനിക്ക് BJPയിൽ നിന്ന് ക്ഷണമുണ്ട്. ഇന്നു മുതൽ എൻ്റെ ആശയങ്ങൾ BJPക്കൊപ്പമാണ്. പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിട്ടു. ഇന്ന് ഈ നിമിഷം മുതൽ എൻ്റെ വാക്കുകളും പ്രവൃത്തികളും BJPക്ക് വേണ്ടിയാണെന്നും റെജി ലൂക്കോസ് കൂട്ടിച്ചേർത്തു. അതേസമയം സംഭവത്തിൽ പരിഹാസവുമായി നിരവധി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. അടുത്ത കമ്മ്യൂണിസ്റ്റ് കാവിക്കുട്ടൻ ആരാണെന്നായിരുന്നു അബിൻ വർക്കിയുടെ പരിഹാസം. അദ്ദേഹത്തിൻ്റെ കുറിപ്പിങ്ങനെ: റെജി ലൂക്കോസ് BJPയിൽ എന്താല്ലേ? ചാനൽ ചർച്ചയിൽ കഴിഞ്ഞ ദിവസം വരെ കോൺഗ്രസ് നേതാക്കന്മാരെ BJPയിൽ വിടാൻ ഏറ്റവും കൂടുതൽ ഊറ്റം കൊണ്ട വ്യക്തിയാണ്. ഇരുട്ടി വെളുക്കുന്നതിന് മുൻപ് റെജി ചേട്ടൻ BJPയിൽ ചേർന്നു. അടുത്ത കമ്മ്യൂണിസ്റ്റ് കാവിക്കുട്ടൻ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. രാഹുൽ മാങ്കുടത്തിലും പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. കപ്പൽ ആടി ഉലയുക മാത്രമല്ല, സഹയാത്രികർ ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാതെ നടുകടലിലേക്ക് എടുത്തു ചാടുക കൂടിയാണല്ലോ സാർ എന്ന് പരിഹസിച്ചുകൊണ്ടാണ് രാഹുൽ പോസ്റ്റ് ഇട്ടത്. പോസ്റ്റിന് വലിയ പിന്തുണയും ലഭിക്കുന്നുണ്ട്. CPMന് വേണ്ടി നിരന്തരം ന്യായീകരിക്കുന്ന ആളും പാർട്ടി മാറുന്നതാണ് സോഷ്യൽ മീഡിയ ആഘോഷമാക്കുന്നത്. അതേസമയം അവസാനം ചർച്ചയ്ക്ക് പോകുന്ന സഖാവ് TV ഓഫ് ചെയ്ത് പോരണം, അല്ലെങ്കിൽ നിങ്ങൾ BJPയിൽ ചേരുന്നത് ലൈവായി കാണേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് നേതാവ് VT ബൽറാമിൻ്റെയും പരിഹാസം.